ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ബിരിയാണി കേട്ടോ. കടകളിലൊന്നും അത്ര സുലഭമല്ലാത്ത നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഐറ്റമാണിട്ടത്. നല്ല ടേസ്റ്റിയാണ് ഇത് തിന്നാൻ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ അതിനുവേണ്ടി എല്ലില്ലാത്ത തക്കാളി, ചപ്പ്, സവാള ചെറുതാക്കി അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് സവാള ഇട്ട് നന്നായി വഴറ്റുക. അതിലോട്ട് വഴറ്റി വരുമ്പോൾ ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതുപോലെയാകുമ്പോൾ അതിലോട്ട് തക്കാളി ഇട്ട് നന്നായി വഴറ്റി, തക്കാളി വെന്ത ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്തതിലോട്ട് ചിക്കൻ ഇട്ട് നന്നായി യോജിപ്പിക്കുക. അതിലോട്ട് ആവശ്യമായ വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. ചിക്കൻ കറി ഇതുപോലെയാവുമ്പോൾ അതിലോട്ട് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പെരുംജീരകം, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് ഒരു പാത്രത്തിലിട്ട് നന്നായി വറുത്തെടുക്കുക. തേങ്ങ മൂത്ത് ഇതുപോലെയാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ചൂടാറിയ ശേഷം തേങ്ങ അരച്ച അരപ്പ് കറിയിലോട്ട് ചേർത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടോ. ഇനി പിടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെള്ളമൊഴിച്ച് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഈന്തുപൊടിയിട്ട് നന്നായി വാട്ടിയെടുക്കുക. വാട്ടൽ ഇതുപോലെ ആയതിന് ശേഷം ഇതിനെ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി യോജിപ്പിച്ച് ഇതുപോലെ ആയതിന് ശേഷം അതിനെ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ആക്കി ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളച്ച് വരുമ്പോൾ ഈ ബോൾസുകളാക്കിയത് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക. ഈ വേവിച്ചെടുത്തതിനെ ഊറ്റിയെടുത്ത് വറുത്തരത്ത് ചിക്കൻ കറിയിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈന്തിപ്പിടി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഹെൽത്തി ഫുഡാണ്. ഈന്തപ്പൊടി കിട്ടുന്നവരുടെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.